സംഭവം പട സാധനമാണ്. പുഴമീൻ കറിയും കപ്പ പുഴുങ്ങിയതുമാണ്. ടേസ്റ്റ് കേട്ടോ അല്ലേ? നല്ല ഫ്രഷ് മീൻ പിടിച്ചിട്ട് ജമാലിൻ്റെ വകയുള്ള കുറേ വികൃതികളാണ്. ഇപ്പം നമ്മൾ പുഴയിലേക്ക് വന്നിറക്കണേ എല്ലാം മീൻ കിട്ടുമോ നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വലയിൽ ഇപ്പോൾ പോലെ ചപ്പ് എന്തെങ്കിലുമൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഒക്കെ ക്ലിയർ ആക്കിയിട്ട് വേണം വീശാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഈ സൈഡിൽ മീൻ കിട്ടുമോ നോക്കാം. താഴത്തെ നിറയെ പുല്ലും ചപ്പും ഇതൊക്കെയാണ്. അപ്പം നമുക്ക് മുകളിൽ നിന്ന് തന്നെ ഒന്ന് വീശാം. ഇതിൻ്റെ അടി കണ്ടോ? അടിപൊളി കരിമീനുകളാണ്. ഇപ്പം നല്ല നല്ല കരിമീനുകളാണ് കേട്ടോ. ഇത് സംഭവം കോലാലാണ് കേട്ടോ. കോലാൻ പുഴയിലൊക്കെ ഉണ്ടാവുന്ന നല്ല അടിപൊളി കോലാൻ മീനാണ്. ഇതാ ഈ മീന്. ഇത് പള്ളത്തിയാണ്. ഇതിന് നമ്മുടെ ഇവിടെ പോട്ടാന്നൊക്കെ പറയും. വറുത്ത് കഴിഞ്ഞാലൊക്കെ നല്ല ടേസ്റ്റുള്ള മീനാണ് ഇത്. കണ്ടു കഴിഞ്ഞാൽ കരിമീൻ്റെ അതേപോലെ തന്നെ ഉണ്ടാവുക. അപ്പം നമ്മുടെ മീനൊക്കെ ഫുൾ നേരാക്കിയൊക്കെ വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊരു മുളക് കറി ഉണ്ടാക്കാൻ പോണ്. അപ്പോൾ കുറച്ച് കൂടുതൽ മീൻ കിട്ടിയ കാരണം ഇപ്പോൾ പുഴയുടെ സൈഡിൽ തന്നെയാണ്. അപ്പോൾ അവിടെ തന്നെ വെച്ച് കഴിക്കാനാണ് തീരുമാനം. അപ്പോൾ കുറച്ച് സബോള എടുത്തിട്ടുണ്ട്, തക്കാളി പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മുറിച്ച് വൃത്തിയാക്കി എടുക്കണം. സബോളൊക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കുക. ഇവിടെ ആകുമ്പോൾ പുഴയുടെ സൈഡിലാകുമ്പോൾ അങ്ങനെ കാറ്റൊക്കെ കൊണ്ടിട്ട് അങ്ങനെ നേരാക്കാനൊക്കെ നല്ല സുഖമാണ് ഇരുന്നിട്ട് നേരാക്കാൻ. 2 സബോളയായിട്ട് എടുത്തിട്ടുള്ളൂ. അധികം സബോള ഒന്നും എടുത്തിട്ടില്ല. നല്ല മൺചട്ടിയിലൊക്കെ നല്ല മുളക് കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് വരാം. പച്ചമുളക് താഴ്ത്തു കൊണ്ട് നോക്കാം. സംഭവം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അടിപൊളി വെള്ളമാണ് കേട്ടോ ഇവിടുത്തെ. വെച്ച് കഴുകി തന്നെ ഒന്ന് മുറിച്ച് ക്ലിയർ ആക്കിയെടുക്കാം. ഈ സബോള ഇതിൽ തന്നെ കൈ പിടിച്ചിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം കേട്ടോ. ചെറുതാക്കി അരിഞ്ഞെടുക്കണം. നമ്മുടെ സബോളൊക്കെ നന്നായി എല്ലാം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുപ്പൊക്കെ കത്തിച്ചിട്ട് ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. നമ്മുടെ അടുപ്പൊക്കെ നന്നായി കത്തി വന്നിട്ടുണ്ട്. നമ്മൾ ചട്ടി വെക്കാൻ പോവാണ്. ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് വെക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. ചൂടായിട്ട് നമുക്ക് സബോള ഇട്ട് നന്നായി നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സബോള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായി വഴറ്റണം കേട്ടോ, അല്ലെങ്കിൽ കറി മധുരം ഉണ്ടാവുക.
നമ്മുടെ സവോള നന്നായി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇതിൽ മുറിച്ചിടും. തക്കാളി ചെറുതാക്കി ഒന്ന് മുറിച്ചിട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടാം. വെളുത്തുള്ളി ഇഞ്ചി ചതച്ച പേസ്റ്റാണ് ഇത്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്. അപ്പം നമുക്കിത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ച പേസ്റ്റ് ആദ്യം കുറച്ചിട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുത്തായിട്ടാണ്. ഇനി ലേശം മുളക് പൊടി അവരവൻ്റെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു ശകലം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി കുറച്ചിട്ട് കൊടുത്താൽ ഞാൻ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായി തിളയ്ക്കുന്നവരൊന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് പുളി ഒഴിച്ചു കൊടുക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. പുളി ഒഴിച്ചിട്ട് ഇപ്പോൾ ഒരു 3-4 പച്ചമുളകുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കുക. അതുകൂടി ഇതൊന്നും കൂടി തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ച മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നല്ല അടിപൊളി മുളക് കറി ആയിട്ടുണ്ടാവും അത്. നമുക്കൊന്ന് മൂടി വയ്ക്കാം. അതൊന്ന് വേർന്ന് വേവട്ടെ. നമ്മുടെ മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ലാസ്റ്റ് ഇടുമ്പോൾ ഒന്നും കൂടി നല്ല മണം കിട്ടും. നന്നായി വെന്തുണ്ട്. ഇനി നമുക്കൊന്ന് കുറച്ച് നേരം ഇറക്കി വെച്ച് അതെല്ലാം ഒന്ന് പിടിക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ ഇറക്കി വെക്കാൻ പോവാണ്. ഇറക്കി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കഴിക്കാം. അതാണ് നല്ലത്. നല്ല സെറ്റായി കിട്ടും. മീൻകറിയൊക്കെ വെച്ച് അപ്പം തന്നെ കഴിക്കാൻ പാടില്ല. കുറച്ച് വെയിറ്റ് ചെയ്യണം. കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ശേഷമാണ് നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. അതുവരെ കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ ഫുൾ സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് കപ്പ പുഴുങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൽ കറിയൊക്കെ ഒഴിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. നല്ല പുഴമീൻ കറിയാണ്. കുറച്ച് കഷ്ണമൊക്കെ കൂടി കഴിക്ക്. സംഭവം പട സാധനമാണ്. പുഴമീൻ കറിയും കപ്പ പുഴുങ്ങിയതുമാണ്. ഇങ്ങനെ പുഴയുടെ ഭാഗത്തൊക്കെ വന്നിരുന്നിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ കഴിക്കാൻ അടിപൊളി സംഭവമാണ്. വെറൈറ്റി ടേസ്റ്റ് കേട്ടോ അല്ലേ? നല്ല ഫ്രഷ് മീൻ പിടിച്ചിട്ട് ജമാലിൻ്റെ വകയുള്ള കുറേ വികൃതികളാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് കൊടുക്കണേ. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.